ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അസൂസിൻ്റെ റോഗ് 5S എന്ന് പറഞ്ഞ മോഡല. കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോൾ സാധനം ഓണാകുന്നില്ല, ഡെഡ് ചാർജ് കുത്തിയിട്ട് നോ റെസ്പോണ്ട് ഒന്നുമില്ല. അയച്ചു നോക്കുന്ന സമയത്ത് ഇത് ആരും ഇതുവരെ സർവീസും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബോർഡ് എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പൊക്കെ ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതായത് സാൻഡ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡാണ്. അതായത് ഐഫോൺ പോലെ നമ്മളിങ്ങനെ ലെയറായിട്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, ക്ലിപ്പിൻ്റെ മോഡാണ്. അത് അയച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ബോർഡായിട്ട് വരും. ഇത് നമ്മൾ CPU സെക്ഷനാണ്. റീഡിങ് നോക്കുന്ന സമയത്ത് 150 140 സ്റ്റക്കാണ്. അതായത് കൂടുതലായിട്ട് ഇതിന് കംപ്ലയിൻറ്റ് വരിക CPU കൊണ്ടാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഡെഡ് ആയതുകൊണ്ട് തന്നെ ഈ റീഡിങ് ആയതുകൊണ്ടും പിന്നെ CPU വരുന്നുണ്ട്, EMMC വരുന്നുണ്ട്, രണ്ടും കൂടി റിമൂവ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരുമാതിരി ഒരു എന്താ പറയുക ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞ സാധനം, ഒരു ബ്ലൂ കളർ സാധനം ഉണ്ടല്ലോ, അതൊക്കെ നല്ല പെർഫെക്റ്റ്ലി എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ CPU മുകളിൽ ആയതിൻ്റെ മുകളിൽ റാം അതെല്ലാം ഹീറ്റ് അടിച്ചിട്ട് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അത്യാവശ്യം ഇങ്ങനെ ഒരു ഹീറ്റ് സിങ്ക് നല്ലോണം ആയി കിടക്കുന്നുണ്ടാവും. ഇതെനിക്ക് തോന്നുന്നു പുറത്ത് കൊടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി അയച്ചിട്ടുണ്ട്, പക്ഷേ ഓവറായിട്ട് CPU മോഡൊന്നും ചെയ്തിട്ടില്ല. ഒരു കംപ്ലയിൻറ്റ് മനസ്സിലാകാത്തതുകൊണ്ട് റിട്ടേൺ കൊടുത്തായിരിക്കും മേ ബി. അപ്പോൾ റാം അയച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ CPU ആണ്. ഈ CPU പറയുമ്പോൾ കുറച്ച് എന്താ പറയുക, ഇത് കുറവാണ്, കട്ടി കുറവാണ്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഹീറ്റ് അടിക്കാനും പറ്റില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു 320 330 ഹീറ്റ് അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. ഇല്ലാതെ CPU ബൾജാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. CPU അങ്ങനെ റാമും കൂടെ കഴിച്ച് എന്നതിന് ശേഷം ഇനി നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ UFSും കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് എന്തായാലും നമ്മൾ CPU ചെയ്യുകയാണ്, ഡെഡുമാണ്. ഇതിപ്പോൾ രണ്ടാമത് മറ്റേ CPU ചെയ്തിട്ടിട്ട് ഓണായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും UFS ചെയ്യുമ്പോൾ ചിലപ്പം വീണ്ടും CPU തട്ടിപ്പോയി കഴിഞ്ഞാൽ അത് ഇടങ്ങാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, UFSും കൂടെ അയച്ചെടുക്കുക. പക്ഷേ ഇത് അയച്ചെടുക്കുന്ന സമയത്തൊക്കെ ഗമ്മ് വളരെ കുറവ് കാണുന്നുണ്ട്. പക്ഷേ ക്ലീൻ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല ഗമ്മുണ്ട്. എങ്കിലും എടുക്കുന്ന സമയത്ത് സേഫായിട്ട് എടുക്കുക. ഒന്ന് ബൾജായി ഓവർ ഹീറ്റ് ആകുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തീരെ ഓണാവാത്ത അവസ്ഥയിൽ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ വരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നമ്മളിത് എന്താ പറയുക മിക്സ് ചെയ്യുക മീൻസ് നമ്മുടെ അടുത്ത് പഴയത് ഏതെങ്കിലും ലെഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PPD 138 PPD ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഫ്ലക്സും കൂടി വെച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വിക്ക് വെച്ച് വലിക്കുമ്പോൾ പക്കയായിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പ്രോപ്പർലി കിട്ടില്ല. ഇതിങ്ങനെ നമ്മൾ ചിലപ്പോൾ ഫസ്റ്റത്തെ വിക്ക് വലിക്കലിനെ തന്നെ കിട്ടണമെന്നില്ല, രണ്ടാമത്തെ വലിക്കലിനും ചിലപ്പോൾ പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ല. അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒന്നും കൂടെ കൺവേർട്ട് ചെയ്യാൻ പറയുന്നത്. 138 അല്ല 183 ഇട്ടാലും കുഴപ്പമില്ല, 138 ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ്. എന്നതിന് ശേഷം നല്ലോണം കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ടിന്നറാണെങ്കിൽ ടിന്നർ, ഇനി അതെല്ലാം നിങ്ങളെടുത്ത് വേറെ ഏതെങ്കിലും ബോട്ട് ക്ലീനർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്നത് മസ്റ്റാണ്. കാരണം അതായത് ഒരു പ്രാവശ്യം നമ്മൾ വിക്ക് വെച്ച് വലിക്കുക, എന്നതിന് ശേഷം രണ്ടാമതൊന്നും കൂടെ ക്ലീൻ ചെയ്യുക. പിന്നെ ഒന്നും കൂടെ നമ്മൾ ക്ലീൻ ആയോ ഇല്ല, അതിപ്പം അത്യാവശ്യം നല്ല ക്ലീൻ ആയി, പക്ഷേ എങ്കിലും ഒരുപാട് ഓരോ ഭാഗത്തൊക്കെ ഗമ്മും ഉണ്ട്, പിന്നെ കുറച്ച് ലഡും ഉണ്ട്. അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ വിക്ക് വലിക്കുമ്പം അതിൻ്റെ കൂടെ ഒന്നായിട്ടിങ്ങ് പോരും. അതാണ് സംഭവം. അതുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഞാൻ അടുത്ത മാസം അപ്ഡേഷൻ കോഴ്സ് എന്നുള്ളൊരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 2 or 3 കുട്ടികൾക്ക് ഒരു ടൈമിൽ 20-25 ദിവസത്തേക്ക് മാത്രം, കൂടിപ്പോയി 28 ദിവസം, 25 ദിവസമാണ് നമ്മൾ പ്ലാനിലുള്ളത്. അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ഇട്ടോളി. ഇൻഷാ അള്ളാഹ് നെക്സ്റ്റ് മന്ത് ഞാൻ സ്റ്റോറിയും ഇതൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത മാസമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതായത് CPU വർക്ക് എങ്ങനെ ചെയ്യുക, ബോർഡ് വർക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾറെഡി ബേസിക്കലി ഓൾക്ക് സർവീസ് അറിഞ്ഞിരിക്കണം കേട്ടോ. ബേസിക് സർവീസ് അറിയുന്ന ഒരാൾക്ക് ബോർഡ് വർക്കിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് മന്താണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തുകൊള്ളാണ്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് മന്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പം എന്തായാലും പക്കയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതായത് ഇതിൻ്റെ CPU സെക്ഷനും ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കുക, UFSൻ്റെ സെക്ഷനും ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചേരി പോലത്തെ ഒരു ബ്രഷ് ഉണ്ട്, ആ ബ്രഷ് കൊണ്ട് നല്ലോണം ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി വെട്ടിത്തള്ളണം, നല്ലൊരു ക്ലിയർ ആയിട്ട് വരും. നമുക്കിങ്ങനെ വിരലുകൊണ്ട് തൊടുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും പൊന്തി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സർജിക്കൽ ബ്ലേഡാണ്. ഇത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അങ്ങനെ നമുക്ക് കിട്ടാറില്ല, പക്ഷേ നമ്മളിപ്പോൾ സ്പെയറിൻ്റെ ഷോപ്പിലും അധികം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ മെല്ലെ വരച്ചു കൊടുക്കുക. അതെന്തിനാണ് വരച്ചെടുക്കുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില ഗമ്മ് വരലുണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ ഓവറായിട്ട് പ്രസ് ചെയ്യരുത് കേട്ടോ, മെല്ലെ ചുരണ്ടി കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ചില ലെഡ്, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൺവേർട്ട് ചെയ്താലും വരാത്ത ലെഡ് ഉണ്ടാവും. ഇതിങ്ങനെ ചുരണ്ടുന്ന സമയത്ത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, പോരും. അത് വീണ്ടും പറയാണ്, ഓവറായിട്ട് അമർത്താൻ നിൽക്കരുത്. ഓവറായിട്ട് അമർത്തി കഴിഞ്ഞാൽ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡത്തെ പ്രിൻ്റ് പോവും, ബോർഡിൻ്റെ മുകളിൽ സ്ക്രാച്ച് ആവും, ചിലപ്പോൾ ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സർജിക്കൽ ബ്ലേഡ് ആവുന്ന സമയത്ത് നല്ല ഒരു
കുഞ്ഞിനെ തലോടുന്ന പോലെ മെല്ലെ 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 ഉരച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു ലെഡ് അല്ലെങ്കിൽ ഗമ്മ് അതിങ്ങനെ പോരും. നിങ്ങൾ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ക്യാമറ ഞാൻ ഇൻഷാല്ലാ അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ക്യാമറ കൂടി ഇറക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് പിന്നെ എനിക്ക് പറ്റുന്ന വീഡിയോസിൽ ക്യാമറ കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവർക്കും കൂടെ വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ കാര്യങ്ങളൊക്കെ അടുത്ത മാസം ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്നിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. ഈ CPU വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ക്ലീനിങ് ആണ്. അതായത് ക്ലീനിങ് എത്രത്തോളം ഡീപ്പായിട്ട് എത്രത്തോളം പക്കയായിട്ട് ചെയ്യുന്നു അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ പക്കയായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല ഒരു സൈഡ് പൊങ്ങി ഒരു സൈഡ് താന്നി മോലാനുള്ള പോലെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ IC വെക്കുന്ന സമയത്ത് നേരെ ആവില്ല. രണ്ടാമത് വീണ്ടും കഴിച്ച് വീണ്ടും രണ്ടാം പണിയൊക്കെ ആവും. അതുകൊണ്ട് ആദ്യമേ ചെയ്യുമ്പം എത്രത്തോളം ടൈം എടുത്തിട്ടാണെങ്കിലും പക്കയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നതിന് ശേഷം CPU റാം വെക്കുന്ന സെക്ഷനാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഓരോന്നോരോന്ന് ക്ലീൻ ചെയ്യട്ടോ. ഞാൻ പെട്ടെന്ന് കാണിച്ചു തരുന്നത് മാത്രം. ഇത് റാം വെക്കുന്ന സൈഡിൽ ഇതേപോലെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അത്യാവശ്യം ഫ്ലക്സ് വിട്ടിട്ട് നമ്മൾ വിക്ക് വെച്ചിട്ട് മെല്ലെ 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 ക്ലീൻ ചെയ്യും. ഈ റാം വെക്കാൻ റാം എന്നല്ല IC ക്ലീൻ ചെയ്യാൻ IC സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ പക്കയായിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മറ്റേ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ IC സ്റ്റാൻഡൊക്കെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടാനുണ്ട്. അതിൻ്റെ അടുത്ത് ഉണ്ട്. അതിന് മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് തലയിരിച്ച് വെച്ച് നമ്മളെ CPU സെക്ഷനും ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, ഫ്ലക്സ് ഇടുക. എന്നതിന് ശേഷം ഇത്തിരി PPD ഇട്ടിട്ട് നമ്മൾ നേരെ കൺവേർട്ട് ചെയ്ത് ലെഡൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വിക്ക് വെച്ച് കൊടുക്കുക. ആദ്യത്തെ ഒരു കൺവേർട്ടിൽ അയൺ കൊണ്ട് ലെഡ് ഒന്നായിട്ട് വടിച്ചെടുക്കണം. എന്നാലേ നമ്മൾ രണ്ടാമത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഓവറായിട്ട് ഈ റാം ക്ലീൻ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഈ UFS ക്ലീൻ ചെയ്യുന്ന സമയത്തും CPU ക്ലീൻ ചെയ്യുന്ന സമയത്തും അയണിൽ ഓവർ ഹീറ്റ് ഒരു കാരണവശാലും ഇടാൻ നിൽക്കരുത്. ഓവറായിട്ട് അതായത് 400 350 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ IC അടിച്ചു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കുറച്ചിടുക. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, റീബോൾ ചെയ്യുക. ഈ റീബോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിപ്പോൾ ഒന്നാമത്തെ ടേക്ക് ഞാൻ എടുത്തുപോയി, റെക്കോർഡായില്ല. ഇത് രണ്ടാമത്തെ ടേക്കാണ്. 1-2 ടേക്കിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റീബോൾ കറക്റ്റാക്കുക. അതായത് ഒറ്റ പ്രാവശ്യം റീബോൾ ചെയ്തിട്ടോ ഒന്ന് ചെത്തി ലെവലാക്കി രണ്ടാമത്തെ പ്രാവശ്യത്തെ റീബോൾ ചെയ്താൽ എങ്ങനെയെങ്കിലും മാക്സിമം റെഡിയാക്കുക. അതിൽ കൂടുതൽ ചെയ്യാണ്ടിരിക്കാം. മാക്സിമം 1-2 ഇതിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം വെച്ചാൽ നമ്മളിത് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്റ്റെൻസിൽ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും. നമ്മളിങ്ങനെ ചെത്തി കളിക്കുമ്പം സ്റ്റെൻസിൽ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും. അപ്പോൾ അത് മാത്രമല്ല പിന്നെ ചിലത് ലെവൽ കിട്ടാണ്ടാവും, അത് നേരെ ആവാണ്ടാവും, അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് മാക്സിമം പറ്റുന്നതും ഒറ്റ ടേക്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റീവോൾ ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ആദ്യത്തേയിൽ തന്നെ ലെഡ് ഇട്ട് കറക്റ്റ് അതിൽ രണ്ടാമതൊന്നും കൂടി ഇട്ടിട്ട് പിന്നെ ലെവലായിട്ട് പിന്നെ ഒരു സൈഡ് ചെരിഞ്ഞു പൊന്തിക്കും. അതുകൊണ്ട് കറക്റ്റ് ലെവലാക്കി ചെത്തി എടുത്താൽ. എന്നതിന് ശേഷം നമ്മൾ പിടിച്ച് വലിക്കാൻ നിൽക്കരുത്. IC പിടിച്ച് ഒന്നെങ്കിൽ എടുക്കുമ്പോഴത്തേക്ക് IC ഇങ്ങനെ പോരണം. ഇല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഇതേപോലെ ടിന്നറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് താഴേക്ക് പോരും IC. ആ സമയത്ത് എടുക്കുക. എന്നിട്ട് നല്ലോണം ക്ലീൻ ചെയ്യുക. ടിന്നറിനെയും കാട്ടി ഏറ്റവും ബെറ്റർ ഇപ്പം മാർക്കറ്റിൽ ഓരോ IC ക്ലീനർ ബോട്ട് ക്ലീനർ മറ്റേ സാധനം വരുന്നുണ്ട്. അതെടുക്കുക. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് ഫ്ലക്സ് വെച്ചിട്ട് ഹീറ്റ് അടിച്ചിട്ട് ഒന്ന് മെൽട്ടാക്കി എടുക്കുക. നമ്മൾ ഇതിനെ ടിന്നർ യൂസ് ചെയ്യണമെന്ന് പറയാൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടിന്നർ കൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ICൻ്റെ ഉള്ളിലൊക്കെ ഒരു വെള്ള പൊടി ഉണ്ടാവും. നേരെ മറിച്ച് ബോട്ട് ക്ലീനർ മറ്റേ പല സാധനം വരുന്നുണ്ട്, റിലീഫിൻ്റെ പിന്നെ വേറെ ഏതൊക്കെ ബ്രാൻഡുണ്ട്. അതൊക്കെ കുറച്ചുകൂടി നല്ലതാണ്. അതായത് ആ വെള്ളപ്പൊടിയില്ല. എന്നതിന് ശേഷം അതൊക്കെ ക്ലീൻ ചെയ്ത് ഫുള്ള് സെറ്റാക്കി വെച്ച് ഫ്ലക്സൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത റാം എടുത്തിട്ട് നമ്മളിപ്പോൾ CPU ക്ലീൻ ചെയ്ത അതേപോലെ തന്നെ അതേ ഹീറ്റിൽ റാമും ക്ലീൻ ചെയ്യുക. വീണ്ടും പറയാണ്, ഓവറായിട്ട് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓവറായിട്ട് പ്രസ് ചെയ്യും, ഓവറായിട്ട് ഹീറ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് റാം അടിച്ചു പോകും. റാം IC വീണ്ടും നമുക്ക് മാറേണ്ടി വരും. ഇപ്പം കിട്ടാൻ ചിലത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചെയ്യുമ്പം കെയർഫുള്ളായി ശ്രദ്ധിച്ച് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ റാമിൻ്റെ മുകളിൽ ഇതേപോലെ ലെഡ് സ്റ്റെൻസിൽ വെക്കുക. ഞാൻ ഈ റീബോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് 183ൻ്റെ PPD കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് കൈസിൻ്റെ PPD ഉണ്ട്, M&Nൻ്റെ PPD ഉണ്ട്. ഈ 2 PPD ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കൈസിയാണ്, മറ്റേത് യൂസ് ചെയ്യാറുണ്ടില്ലാണ്ടെന്നില്ല. പിന്നെ മെക്കാനിക്കിനെ യൂസ് ചെയ്യില്ല. മെക്കാനിക്കിൻ്റെ യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് കംപ്ലയിൻറ്റ് വന്നതിന് ശേഷം മെക്കാനിക്കിനെ യൂസ് ചെയ്യാൻ നിൽക്കില്ല. ഇതിപ്പോൾ എന്നിട്ട് നല്ലോണം പക്ക പോലെ റീബോളൊക്കെ ചെയ്ത് എന്നതിന് ശേഷം ഫ്ലക്സ് ഇട്ടിട്ട് ഹീറ്റ് അടിക്കണം. അന്നേരം തന്നെ ഹീറ്റ് അടിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് റീബോൾ ചെയ്തതിന് ശേഷം ബോർഡ് IC പുറത്തേക്ക് എടുത്തിട്ട് ഫ്ലക്സ് ഹീറ്റ് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം, എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ട് എന്ന് തോന്നുന്ന രീതിയിൽ ചെയ്യുക. എന്നതിന് ശേഷം നമ്മളിപ്പോൾ റാമും കഴിഞ്ഞു, CPU കഴിഞ്ഞു. ഇനി അടുത്ത സാധനം എന്ന് പറയുമ്പോൾ UFS എന്ന് പറയുമ്പോൾ നമ്മളെ മെയിൻ സാധനം, ഡാറ്റ കാര്യങ്ങൾ എല്ലാം ഉള്ള സാധനമാണ് UFS. അപ്പോൾ ഈ സാധനം ചെയ്യുന്ന സമയത്ത് അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ CPU വർക്ക് ചെയ്യുന്ന സമയത്ത് റാം IC കംപ്ലയിൻ്റ് ആയി പോയി കഴിഞ്ഞാലും
നമുക്ക് റാം പുതിയ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോർഡിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഡാറ്റ കാര്യങ്ങൾ മിസ്സാവില്ല. പക്ഷേ നേരെ മറിച്ച് CPU UFS അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഫോണിൻ്റെ EMMC ആണ് EMMC ഈ സാധനങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡാറ്റയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. രണ്ടാമത് ഫ്ലാഷ് ചെയ്ത് സോഫ്റ്റ്വെയർ ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് ഒരുപാട് പണിയുണ്ട്. നേരെ മറിച്ച് റാം പോയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഓണാവുന്നതായിരിക്കും. പക്ഷേ ഈ CPU UFS അതേപോലെ തന്നെ മറ്റേ EMMC ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മാക്സിമം ശ്രദ്ധിക്കാം. ഇതിപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്ത് മറ്റേ റീബോളൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റാക്കി 3 ICയും ഫുൾ നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പർപ്പസ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്യണതാണ്. ഫിക്സ് ചെയ്യണ സമയത്തും നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി അതിൻ്റെ നമ്മൾ പ്ലഗ്സ് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് ഇളകിപ്പോകുന്നുള്ളൊരു പേടിയാണെന്നുണ്ടെങ്കിൽ റോസിൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. റോസിൻ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ റോസിൻ ആകുന്ന സമയത്ത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഞാൻ റോസിൻ ഇട്ടിട്ടില്ല, ഇതിന് മുമ്പത്തെ വീഡിയോസിനൊക്കെ റോസിൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ള റോസിൻ കഴിഞ്ഞു പോയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് പിന്നെ അത് വാങ്ങിച്ച് വരുമ്പോഴത്തെ കസ്റ്റമറുടെ വെയിറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് നോക്കിയിട്ടില്ല. എന്നതിന് ശേഷം IC കറക്റ്റ് പൊസിഷൻ ഏതാണ് പൊസിഷൻ മസ്റ്റായിട്ട് നോക്കണം കേട്ടോ. എങ്ങനെയാണോ നമ്മൾ ആദ്യം IC എടുത്ത പൊസിഷൻ അതേ രീതിയിൽ വെച്ചിട്ട് CPU നമ്മൾ 330 അല്ല 335 ആ ഹീറ്റിൽ നമ്മൾ മെല്ലെ ഹീറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്യുക ഫിക്സ് ചെയ്യുക. ഇനി CPU വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ UFS വെക്കുക. റാം വെക്കാൻ നിൽക്കണ്ട, UFS വെക്കുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ CPU UFSും വെച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റീഡിങ് നോക്കുന്ന സമയത്ത് പഴയ റീഡിങ് 150 സംതിങ്ങിൽ സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിൽ സാധനം ഓക്കെയാണ്. ഇനി എല്ലാ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് സിസ്റ്റത്തിൽ കണക്റ്റ് ആണെന്നുണ്ടെങ്കിലും UFS ഓക്കെയാണ്, CPU ഓക്കെയാണ്. ഏകദേശം അങ്ങനെയാണ് നമുക്ക് കണക്ക് വരിക. അതായത് CPU ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിലെടുക്കും. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇനി റാം എടുത്തിട്ട് റീബോൾ ചെയ്ത് വെച്ച സാധനം ഫിക്സ് ചെയ്യുക. അതായത് നമ്മൾ ഈ സിസ്റ്റത്തിൽ എടുത്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മാറ്റി ചെയ്യണം. പിന്നെ ഈ റാം എടുത്ത് വീണ്ടും മാറ്റി ചെയ്യുന്നതിന് പകരം അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് റാമും കൂടെ എടുത്ത് ഫിക്സ് ചെയ്തതിന് ശേഷം സിസ്റ്റത്തിൽ കണ്ടില്ല, സിസ്റ്റത്തിൽ എടുക്കുകയില്ല. നമ്മൾ റീഡിങ് നോക്കിക്കണ്ട് റീഡിങ് അപ്പാകുകയും ചെയ്യും. ചിലപ്പോൾ അപ്പും ഡൗണൊക്കെ ആയി കളിക്കും. എന്നതിന് ശേഷം ഞാൻ നേരെ ബോർഡിലേക്ക് ഇട്ട് നോക്കിയ സമയത്ത് ഓണാക്കുന്ന സമയത്ത് നമുക്ക് ചാർജ് തീരെയില്ല. ചാർജിൻ്റെ ആ ഒരു ലോഗോ വന്നു, അതായത് സെറ്റ് ഡെഡ് എന്ന് എന്തായി റിക്കവറായി ഓണായി വന്നിട്ടുണ്ട്. എന്നതിന് ശേഷം ബാറ്ററി കാര്യങ്ങളൊക്കെ ഫുള്ള് ബൂസ്റ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് കൊണ്ട് ബൂസ്റ്റൊക്കെ ചെയ്ത് ഫുൾ ഓണാക്കുന്ന സമയത്ത് സാധനം ഫുൾ ഓണായി. ക്യാമറ, ബ്ലൂടൂത്ത്, വൈഫൈ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് വർക്കായിട്ടുണ്ട്. ഈ വീഡിയോ നമുക്ക് ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞ കോഴ്സിൻ്റെ കാര്യങ്ങൾ മറക്കണ്ട.